ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. അതായത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രാജാവിനെ കുറിച്ച് അലക്സാണ്ടറിൻ്റെ പ്രിയ മിത്രമായ ക്ലീറ്റസ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പേരാണ്. ക്ലീറ്റസ് എന്ന് പറഞ്ഞ ഒരു ആത്മമിത്രം ഉണ്ടായിരുന്നു. ഒരിക്കൽ അലക്സാണ്ടറിനോട് പറയുകയാണ്, അങ്ങ് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചതും ഈ വിജയങ്ങൾ നേടിയതൊന്നും അങ്ങയുടെ കഴിവല്ല, അങ്ങയുടെ പിതാവ് ഫിലിപ്പ് രാജാവിൻ്റെ നന്മയും സാമർഥ്യവും അനുഗ്രഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വിജയങ്ങളൊക്കെ നേടുവാൻ അങ്ങേക്ക് സാധിച്ചത് എന്ന്. ഒരഹങ്കാരിയായ തനിഷ്ഠക്കാരനായ അലക്സാണ്ടറിന് ഇത് കേട്ടാൽ സഹിക്കുന്നതിലപ്പുറമായിരുന്നു. വീണ്ടും അലക്സാണ്ടർ തൻ്റെ സുഹൃത്ത് ക്ലീറ്റസിൻ്റെ നേരെ പറഞ്ഞു, ഇനി നീ ഒരക്ഷരം ഉരിയാടിപ്പോകരുത്. എനിക്ക് കിട്ടുന്ന ഉയർച്ചയും വിജയവുമെല്ലാം എൻ്റെ സ്വന്തം കഴിവാണ്. എൻ്റെ അപ്പന് അതിൽ ഒരു ബന്ധവുമില്ല. അപ്പൻ്റെ കാര്യം അപ്പന്, മകൻ്റെ കാര്യം മകന്. ഇത് എൻ്റെ സ്വന്തം മിടുക്കാണ്, ഇത് എൻ്റെ സ്വന്തം കഴിവാണ്. ഇത് ആര് തന്നെന്ന് പറഞ്ഞാലും ആരുടെ സഹായമെന്ന് പറഞ്ഞാലും ഇനി ഒരു നിമിഷം പോലും ഞാൻ സഹിച്ചു നിൽക്കുകയില്ല. ഇത് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം കഴിവിൽ നേടിയെടുത്തതാണെന്ന് പറഞ്ഞ് ആക്രോശിക്കാൻ തുടങ്ങി. അപ്പോൾ അലക്സാണ്ടറിൻ്റെ ആത്മമിത്രമായ ക്ലീറ്റസ് വീണ്ടും പറഞ്ഞു, അലക്സാണ്ടറെ, നീ എന്താണ് ഈ പറയുന്നത്? ഇതാ നിൻ്റെ പിതാവിൻ്റെ ഈ കഴിവ്, ഈ നേട്ടങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഇതൊന്നും ആകുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നുവെന്ന് പെട്ടെന്ന് തന്നെ ആക്രോശിച്ചുകൊണ്ട് തൻ്റെ കുന്തമെടുത്ത് തറച്ച് ഈ അലക്സാണ്ടർ തൻ്റെ കൂട്ടുകാരൻ ആത്മമിത്രം ക്ലീറ്റസിനെ കൊല്ലുകയാണ്. ഇതാ ചോരയിൽ കുളിച്ച് പിടഞ്ഞ് ക്ലീറ്റസ്, അലക്സാണ്ടറിൻ്റെ മിത്രം, മരിക്കുകയാണ്. അപ്പോൾ ചോരയിൽ പിടഞ്ഞ് വീണ് കിടക്കുന്ന ക്ലീറ്റസിനെ കോരിയെടുത്തുകൊണ്ട് അപ്പോഴേക്ക് അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞത്രേ, അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കി, പക്ഷേ തൻ്റെ മുൻകോപത്തെ മാത്രം കീഴടക്കുവാൻ അദ്ദേഹത്തിന് ആയില്ല എന്ന്. സങ്കീർത്തനം 10:4 പറയുന്നു, ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല, ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം. ഫറവോകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവർക്ക് വേറെ ദൈവമില്ല. ഫറവോ തന്നെ ദൈവം, തന്നെ കഴിഞ്ഞാൽ വേറെ ആളില്ല. എന്നാൽ ഫറവോയെ തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ കർത്താവ് ചെങ്കടൽ കടത്തി ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഫറവോയുടെ അഹന്തയെയും അഹങ്കാരം നിറഞ്ഞ ബുദ്ധിയെയും അസ്തമിപ്പിച്ചുകൊണ്ട് ഇതാ ഫറവോയുടെ അനുയായികൾ ചെങ്കടലിൽ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്നവർ അവിടെ മുങ്ങിച്ചാവുകയാണ് ചെയ്യുന്നത്. പ്രഭാഷകൻ 10:12 പറയുന്നുണ്ട്, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. എന്താണ്? പ്രഭാഷകൻ 10:12. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. പിന്നെ ദൈവമെന്ന, മനുഷ്യനെന്ന, ഭാര്യയെന്ന, ഭർത്താവെന്ന, അയൽവാസിയെന്ന, സ്വന്തമെന്ന, ബന്ധമെന്ന ഒരു നോട്ടവും ഇല്ല. അഹങ്കാരം തുടങ്ങിയ കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ എന്ന് പറയില്ലേ, കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിക്കുന്നു. ദൈവമായിട്ട് പോലും ബന്ധമില്ല. അപ്പം പിന്നെ ബാക്കിയുള്ളവരെ വെച്ചേക്കുവാന്ന് ചോദിക്കും അല്ലേ? ദൈവം ഇല്ല, മനുഷ്യനും ഇല്ലാത്ത അവസ്ഥ. പ്രഭാഷകൻ 10:12. വീണ്ടും സുഭാഷിതം 16:18 പറയുന്നുണ്ട്, അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധംപതനത്തിൻ്റെയും. അഹങ്കാരം എന്തിൻ്റെ മുന്നോടിയാണ്? എത്ര കഥകൾ അറിയാമെന്നറിയാമോ? വയസ്സ് 50ആയി,
35 വർഷമായിട്ടുള്ള ശുശ്രൂഷ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി പോയ വെണ്ണീറായി പോയ പോലത്തെ കുടുംബങ്ങളുടെ കഥകളും അറിയാം, അതുപോലെ വ്യക്തികളുടെ കഥയും അറിയാം. നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് വളർന്ന് അതിനേക്കാൾ വേഗത്തിൽ തരിപ്പണമായി പോയ അവസ്ഥ. അപ്പോൾ സുഭാഷം 16-18 മറക്കരുത്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധംപതനത്തിൻ്റെയും. അതുകൊണ്ട് ആരുടെയും കണ്ണുനീരുകൾ വീഴ്ത്തരുത്, ആരെയും മുറിപ്പെടുത്തരുത്, ആരോട് അറം പറ്റിയ പോലെ സംസാരിക്കരുത്. സാഹചര്യം നോക്കി എളിമയോടെ, ചിലപ്പോൾ സംയമനം പാലിക്കേണ്ടി വരും, ഒന്നും ഉരിയാടാതിരിക്കേണ്ടി വരും. അത് കഴിവുകേടല്ല. ദൈവദാസൻ തിയോഫിനച്ചൻ്റെ വാക്കുകൾ ഒരു വിശ്വാസിക്കയച്ച കത്തിലെ മറുപടിയിൽ എഴുതിയ വരികൾ കപ്പുച്ചിനാശ്രമത്തിൽ പോയപ്പോൾ അവിടെ നേരത്തെ മതിലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വായിക്കാനിടയാതെ നോക്കിയാണ്. പൊന്നുരുന്തി കപ്പുച്ചിനാശ്രമത്തിൽ അച്ഛൻ പറഞ്ഞിരിക്കുകയാണ്, തന്നോട് പ്രതികാരം ചെയ്യാൻ, ദ്രോഹം ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യാൻ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല അവിടുന്ന് പ്രതികാരം ചെയ്യാത്തത്, മറിച്ച് ക്ഷമയിലാണ് ബലം എന്ന് നമ്മോട് കാണിച്ച് തരുന്നതിന് വേണ്ടിയാണ് തന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഉപദ്രവിക്കുന്നവരോട് ദൈവം ക്ഷമിക്കുന്നത് എന്ന്. അഹങ്കാരി ഇങ്ങനെ പിന്നെയും കയറി പോവും. അപ്പനെന്നോ അമ്മയെന്നോ മക്കളെന്നോ ഒന്നും നോട്ടമില്ല, സ്വന്തം കഴിവാണെന്നും പറഞ്ഞ് വെച്ചടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കാറ്റഴിച്ചു വിട്ടതുപോലെ, പഞ്ചറായതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടോ? ഞാൻ ഓർക്കുകയാണ്, ഒരു സഹോദരി കണ്ണുനീരോടെ ഇവിടെ വരുമായിരുന്നു. ആ സഹോദരിയും അവിടെ 2 മക്കളും. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതൊന്നുമല്ല, ഞാൻ ആരെയും വിധിക്കുകയല്ല, നേരായ ചില അനുഭവങ്ങളാണ്. പിന്നീട് ആ സഹോദരൻ മാനസാന്തരപ്പെട്ടൊരു കോഴിക്കുഞ്ഞിനെ പോലെ അത്രക്ക് നിർമ്മലനായി, നിഷ്കലങ്കനായി, പ്രാവിനെ പോലെ എന്ന് പറയുന്നത് പോലെ. പക്ഷേ ആയ കാലത്ത് വിറപ്പിച്ച് ഭാര്യനെ മക്കളെ അടിമകളാക്കി തലപൊക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ചീത്ത വാക്കുകളല്ലാതെ വീട്ടിൽ പറയത്തില്ല. അസഭ്യം കൊണ്ട് എല്ലാവരെയും പേടിപ്പിച്ചും വിറപ്പിച്ചും നിർത്തിയിരുന്നത്. ഭാര്യ വീട്ടുകാരെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെന്ന് പറയും. അവരെയൊക്കെ വിറപ്പിച്ച് വിഷമിപ്പിച്ച് നിർത്തിയ. പക്ഷേ 3 കൊല്ലം ആയ അവസ്ഥയിൽ കിടന്ന് വലിഞ്ഞുണങ്ങി കിടന്ന നാളുകളിൽ അവരൊക്കെ വന്ന് മാറി മറിച്ച് നോക്കേണ്ടി വന്ന, കണ്ണീരിങ്ങനെ വെറുതെ ഒഴുകിക്കൊണ്ടിരുന്ന, മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് രോഗിലേപനമൊക്കെ സ്വീകരിച്ച് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അവസാനം മരിച്ചു. ചെയ്തതെല്ലാം പറഞ്ഞതെല്ലാം പാഴായി. അപ്പോൾ ഒരു അഹങ്കാരിനെ ഒറ്റ നോട്ടം കൊണ്ട് താഴെ ഇറക്കാൻ ദൈവത്തിനൊരു നിമിഷം മതി. പ്രഭാഷകൻ 10:7 പറയുന്നുണ്ട്, അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു, അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. ഞാനൊരു വിൻസെൻഷ്യൽ പ്രവർത്തന, വിൻസെൻ്റ് ഇപ്പോൾ സഹായവുമായിട്ട് പോകുമ്പോഴുള്ള ചില അനുഭവങ്ങളൊക്കെ ഓർക്കാറുണ്ട്. എല്ലാവരെയും വിറപ്പിച്ചും പേടിച്ചും, അതുപോലത്തെ നേരത്തെ പറഞ്ഞ പോലത്തെ മറ്റനുഭവമാണ്. 6 അടിക്ക് 7 അടി എന്ന് പറയുന്നത് പോലെ, 7 അടി 8 അടി എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും വിറപ്പിച്ചും പേടിപ്പിച്ചും ഉണ്ടായിരുന്ന കാലാവസാനം എല്ലാം ഒതുങ്ങി കട്ടിലായി. വിൻസെൻ്റ് ഇപ്പോൾ പൈസയും പോയി, ആൾബലവുമില്ല, ഉള്ളവരെയൊക്കെ വിറപ്പിച്ചും പേടിപ്പിച്ചും തെറി പറഞ്ഞും പൈസയൊക്കെ ബ്ലേഡിൽ കൊണ്ടുപോയിട്ടും ബ്ലേഡും പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. അവസാനം വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിക്കാർ ആഴ്ചയിൽ കൊണ്ടുവരുന്ന 250-300 രൂപയെ നോക്കി ഇങ്ങനെ കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, എല്ലാം കൈവിട്ടു പോയി, കാശും പണം ഇല്ലാതായപ്പോൾ എല്ലാ വഴികളും അടഞ്ഞ, ആശുപത്രികൾ ചെയ്ത ചികിത്സകളെല്ലാം ഒരു ആശുപത്രി മാറി പല ആശുപത്രി മാറി, അവസാനം ചികിത്സിക്കാനും വഴിയില്ലാതെ. അപ്പോൾ ആ അമ്മ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞത്, മോനെ വയ്യാതെ കിടക്കണ ആളെ ദ്രോഹം പറയല്ല, അയാളുടെ ഭാര്യ എല്ലാവരും വിറപ്പിച്ച്, എൻ്റെ വീട്ടുകാരെയൊക്കെ വിറപ്പിച്ച്, പൈസയുടെ ബലവും നല്ല തണ്ടും തടിയും എല്ലാമായിരുന്നു. അയാൾക്ക് ഇഷ്ടമില്ലാത്തടത്ത് മരിച്ചെടുത്ത്, എൻ്റെ മാതാപിതാക്കൾ പോലും മരിച്ചിട്ട് എന്നെ പാതിന് കാണിച്ചിട്ടില്ല, വിട്ടിട്ടില്ല. ഇപ്പം അതേ കിടക്കണം, ആരെങ്കിലും വരാൻ കൊതിച്ച് കിടക്കുകയാണ്. പക്ഷേ ഇയാൾക്കടെ പഴയ അവസ്ഥ ഓർത്തിട്ട് ആൾക്കാരൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും വരാൻ എല്ലാവർക്കും മടിയാണ് എന്ന്. അതുകൊണ്ട് എത്ര വലിയ കൊലകൊമ്പനായാലും, എന്തോരം പണം, കോടികൾ നിമിഷ നേരം കൊണ്ട് ഒലിച്ചു പോകുന്ന ഒരു കാലഘട്ടവും കഥകളും അല്ലേ കേൾക്കുന്നത്. അപ്പോൾ അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു, അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. ആർക്ക്? ദൈവത്തിനും
മനുഷ്യർക്കും നിന്ദ്യമായിട്ടുള്ള കാര്യമാണ്. മുഷ്ടിബലം കൊണ്ടൊന്നും നേടാനില്ല. സുഭാഷ 29:23 പറയുന്നുണ്ട്, അഹങ്കാരി നിലംപതിക്കും. സുഭാഷ 29:23 അഹങ്കാരി നിലംപതിക്കും, വിനീത ഹൃദയൻ ബഹുമതി നേടും. അതുകൊണ്ട് എളിമപ്പെട്ടാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും. ചോർന്നു പോകാതെ ദൈവം താങ്ങി നിർത്തും. ബഹുമതികൾ, സമ്മാനങ്ങൾ, മെഡലുകൾ, ഉയർച്ചകൾ എല്ലാം കിട്ടും. പഴയതെല്ലാം തമ്പുരാൻ തുടച്ചു മാറ്റും. അഹങ്കാരി എന്നാൽ നിലംപതിക്കുമെന്നാണ് വചനം പറയുന്നത്. അടിച്ച് താഴേക്ക് പോകുന്നതിന് മുൻപ് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഹൃദയപരിവർത്തനത്തോടെ പ്രാർത്ഥിക്കാം. ഓരോ മാതാപിതാക്കളും, ഓരോ മക്കളും, ഓരോ കൂടപ്പിറപ്പങ്ങളും അപ്പനെയും അമ്മനെയും കാണാൻ വേണ്ടി കൂടപ്പിറപ്പങ്ങളെ വീട്ടിൽ കയറ്റത്തില്ല. അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് കൊടുത്ത് അനുവാദം മേടിച്ച് ഇത്ര സമയം, അപ്പം തന്നെ ഇറങ്ങിക്കോ എന്നും പറയും. പക്ഷെ അതിനേക്കാൾ വലിയ തകർച്ചകളിലൂടെ തമ്പുരാൻ കുടഞ്ഞു പിറക്കി കൊണ്ടുപോകുന്ന അവസ്ഥകൾ. അതുകൊണ്ട് മുഷ്ടിബലവും ദേഹിബലവും പണത്തിൻ്റെ മുഴുപ്പും കായ്ബലവും കാശിൻ്റെ ബലവും എല്ലാം ഇതൊന്നും നീണ്ടു നിൽക്കത്തില്ല. ഒരു ജീവിതമുള്ളൂ. എളിമപ്പെട്ട് മണ്ണും പൊടിയാ മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിന് പഴുപ്പ് പിടിച്ച ആൾക്കാരൊക്കെ ഇട്ടോടും. ഒരാൾ അയാളുടെ ചേട്ടനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നത് ഓർക്കണേണ്. എന്നോട് പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും മൂക്കുംപൊത്തി ഓടാനായിട്ട് സഹിച്ചില്ല ബ്രദറെ. പക്ഷേ ഞങ്ങളെയും അപ്പനെയും അമ്മനെയും വീട്ടിലുള്ളവരെയൊക്കെ പണ്ട് വിറപ്പിച്ച് വിരൽത്തുമ്പിൽ നിർത്തിയിരുന്ന, ഭീഷണിപ്പെടുത്തി നിന്നിരുന്ന ചേട്ടനാണ്. ചേട്ടന് നിക്കോട്ടിൻ്റെ ഇത് വന്ന് പൊറുക്കാത്ത മുറിവ്, പഴുപ്പ്, വേദന സഹിക്കാൻ പറ്റാതെ ആശുപത്രി മാറി അവസാനം കോഴിക്കോട് വരെ എത്തി. എല്ലാവരും ഇട്ടിട്ടും പോട്ടും ഞാൻ സഹിച്ച് നിന്ന് ബ്രദറെ. ഒരുപാട് ദ്രോഹങ്ങൾ ആ മനുഷ്യൻ ചെയ്തു വരുത്തിയിട്ടുള്ള അനിയനാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റും, എൻ്റെ കൂടപ്പുറപ്പല്ലേ, ഞാൻ ദൈവത്തെ അറിഞ്ഞു പോയില്ലേ ബ്രദറൊക്കെ പറഞ്ഞു തന്നിട്ടില്ല, ക്ഷമിക്കണം പൊറുക്കണമെന്നും പറഞ്ഞ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ മരിച്ചവരോട് പോലും കുറ്റം പറയുന്ന, അവരെ പോലും കിടക്കപ്പുറത്തി കൊടുക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റം വരുത്താം. പരിശുദ്ധാത്മാവിനെതിരെയുള്ള, ദൈവത്തിനെതിരെയുള്ളതൊക്കെ തമ്പുരാൻ ക്ഷമിക്കും. പക്ഷേ ദൈവസൃഷ്ടിയായ ദൈവത്തിൻ്റെ മനുഷ്യരോടൊക്കെ കാണിക്കുന്നത് ദൈവത്തിന് തന്നെയാണ്. നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് സാവൂൾ കേട്ട ദൈവസ്വരം ഇന്ന് നമ്മോട് സംസാരിക്കും. ദൈവം അങ്ങേയറ്റം ക്ഷമിക്കും, കരുണ കാണിക്കും. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ചിട്ടൊക്കെ ഒരുപാട് നാളൊക്കെ ആണെങ്കിൽ കുമ്പസാരിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് ഇനി കൂടുതൽ മറ്റുള്ളവരോട് എളിമയിലും സ്നേഹത്തിലും ജീവിക്കുക. ഇപ്പോൾ നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തെ കാൽച്ചോട്ടിലെ മണ്ണ് പോലും പോകാൻ ഒരു നിമിഷം മാത്രം മതി. ആരും പേടിപ്പിക്കാനൊന്നുമല്ല. കേട്ടുകൊണ്ടിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പണ്ടത്തേനേക്കാൾ സ്പീഡാണ്. പണ്ടൊക്കെ തമ്പുരാൻ പിന്നെ എന്ന് പറയും, ഇപ്പം അപ്പ എന്ന് പറയും. അങ്ങനെയാണ് ഒത്തിരി സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് അധികാരം, എന്ത് സ്ഥാനം, എന്തിനുണ്ട്, എന്ത് പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? ആ ജീവൻ പിടിച്ചു നിർത്താൻ, ആയുസ് നിർത്താൻ ഇത് സാധിക്കും. പണം വേണം, പണത്തിൻ്റെ സ്ഥാനത്ത് പണം വേണം. പക്ഷെ പണം കൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് എളിമപ്പെട്ട് ഞാനുണ്ടാക്കിയത് എനിക്ക്, എനിക്കെന്തുണ്ട്, എന്തൊരു അഹങ്കാരത്തോടെ ആ മനുഷ്യൻ പലപ്പോഴും പറയുന്നത്. എന്തുണ്ട് ദൈവം തന്നതല്ലാതെ ഒന്നും പാട്ടിൽ പാടില്ല. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. അതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. ദൈവമേ അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.